ഇന്ന് നമ്മൾ 4-ാം ക്ലാസ്സിലെ അഖീദ ചോദ്യപേപ്പറാണ് ഉത്തരസഹിതം വിവരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ ഭാഗം ഇവിടെ യോജിപ്പിക്കാനാണ്. കുറച്ച് ഓപ്ഷൻസ് അവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ചോദ്യത്തിന് കറക്റ്റായിട്ടുള്ള ഉത്തരം ആ ബോക്സിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതണം. അപ്പോൾ ഓപ്ഷൻസ് ഞാനൊന്ന് വായിക്കാം. കാഴ്ച നൽകുന്നു, കിത്തുമാൻ, കഴിവില്ലാത്തവനാവൽ, ഒട്ടകം, കൈ പ്രകാശിക്കുന്നു, ഖാദിർ, ഹാഫൂൻ. ഒന്നാമത്തെ ചോദ്യം മൂസ അലൈഹിസ്സലാം. അപ്പം അതിന് യോജിച്ച ഉത്തരം കൈ പ്രകാശിക്കുന്നു. 2 കഴിവുള്ളവൻ, ഖാദിർ, മറച്ചുവെക്കൽ, കിത്തുമാൻ. സ്വാലിഹ് അലൈഹിസ്സലാം, ഒട്ടകം, അർഷിനെ ചുറ്റുന്നവർ. അപ്പം അതിന് യോജിച്ചത് ഹാഫൂൻ. ഈസ അലൈഹിസ്സലാം, കാഴ്ച നൽകുന്നു, കൗനുഹു ആജിസ്. അതിന് യോജിച്ചത് കഴിവില്ലാത്തവനാവൽ. ഇനി രണ്ടാമത്തെ ഭാഗം വിപരീതം എഴുതാം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള വാക്കുകളുടെ വിപരീത പദം എഴുതാനാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തത് ബലാദത്ത്. ബലാദത്തിൻ്റെ ഓപ്പോസിറ്റ് ഫത്താനത്ത്. ഇനി വീണ്ടും രണ്ടാമത്തത് തന്നിട്ടുള്ളത് ഫത്താനത്ത്. അപ്പോൾ മുകളിൽ തന്നിട്ടുള്ള അതേ ഉത്തരം തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് നോക്കി എഴുതുക. അപ്പോൾ ഫത്താനത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിപരീതം ബലാദത്ത്. ആ മുകളിൽ തന്നിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി എഴുതണം. അടുത്തത് ബക്കാ, അതിൻ്റെ ഓപ്പോസിറ്റ് ഫനാ. അടുത്തത് തബ്ലീ, അതിൻ്റെ വിപരീതം കിത്മാൻ. ഇനി അടുത്തത് പൂർത്തിയാക്കാം. ഇവിടെ വിട്ടുപോയിട്ടുള്ള ഭാഗത്ത് കറക്റ്റായിട്ടുള്ള ഉത്തരം പൂരിപ്പിക്കാനാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യത്തേത് ഹും ആദമുൻ ഡാഷ്. അപ്പോൾ ഇത് നമ്മൾക്ക് ഒരു ബൈത്ത് പോലെ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, നബിമാരുടെ പേരുകൾ പഠിക്കുന്ന ഒരു ബൈത്ത്. അപ്പോൾ അതിൽ നിന്നും പൂരിപ്പിക്കാൻ ഹും ആദമുൻ ഇദ്രീസു നൂഹുൻ ഹൂദുമ, അത്രയാണ് അവിടെ എഴുതേണ്ടത്. അടുത്തത് സ്വാലിഹ് വ ഇബ്രാഹീമുൻ ഡാഷ്. അപ്പം അതിൻ്റെ അടുത്ത വരിയാണ് സ്വാലിഹ് വ ഇബ്രാഹീമു കുല്ലും മുത്തബ. ഇനി മൂന്നാമത്തേത് ലാ യഅസൂനല്ലാഹ ഡാഷ്. അപ്പോൾ അതിൻ്റെ വിട്ടുപോയ ഭാഗം മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ഇനി നാലാമത്തേത് ഇല്യാസ മൂസ ഡാഷ്. അപ്പം അതിൻ്റെ വിട്ടുപോയ ഭാഗത്ത് സക്കരിയ യഹ്യ, അത്രയും കൂട്ടിച്ചേർത്ത് എഴുതാം. ഇനി അടുത്ത ഭാഗം തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം മുഅ്ജിസത്ത് എന്നാൽ എന്ത്? അപ്പോൾ എന്താണ് മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ? പ്രവാചകന്മാരിൽ നിന്നുണ്ടാകുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം ബിദ്അത്തുൽ ളലാല എന്നാൽ എന്ത്? അപ്പോൾ അതിൻ്റെ ഉത്തരം ഖുർആൻ, സുന്നത്ത് തുടങ്ങിയ ഇസ്ലാമിക നിർമ്മാണങ്ങൾക്ക് എതിരായി ദീനിൽ പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കൽ. ഇതിനാണ് ബിദ്അത്തുൽ ളലാല എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം മുർസലുകളുടെ എണ്ണം എത്ര? അപ്പോൾ എത്ര മുർസലുകളുണ്ട് എന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പം അതിൻ്റെ ഉത്തരം 313. ഇനി നാലാമത്തെ ചോദ്യം സുന്നത്ത് എന്നാൽ എന്ത്? അപ്പോൾ സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബിയുടെ വാക്കുകൾ, പ്രവർത്തികൾ, മൗനാനുവാദങ്ങൾ, അവിടുന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്നിവയാണ് സുന്നത്ത്. അടുത്ത ചോദ്യം സഫറ വിഭാഗത്തിൻ്റെ ജോലി എന്ത്? അതിൻ്റെ ഉത്തരം ലൗഹുൽ മഹ്ഫൂലിൽ നിന്നും പകർത്തി എഴുതൽ. അതാണ് സഫറ വിഭാഗത്തിൻ്റെ ജോലി. ഇനി അടുത്ത ഭാഗം അർത്ഥം എഴുതാം. തന്നിട്ടുള്ള അറബി വാചകത്തിൻ്റെ അർത്ഥം നമ്മൾ എഴുതണം അവിടെ. മൻ അഹ്ദസ ഫി അംറിന ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. അതിൻ്റെ അർത്ഥം ആരെങ്കിലും നമ്മുടെ മതത്തിൽ ഇല്ലാത്ത ഒന്നിനെ
പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. ഇനി അടുത്തത് 4 എഴുതുക. തന്നിട്ടുള്ള ഓരോ ചോദ്യങ്ങൾക്കും 4 ഉത്തരം എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചോദ്യം, ഖിയാമത്ത് നാളിൻ്റെ 4 അടയാളങ്ങൾ. അപ്പോൾ ഖിയാമത്ത് നാളിൻ്റെ ഒരുപാട് അടയാളങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ 4 മാത്രം ഇവിടെ എഴുതിയാൽ മതി. അപ്പോൾ അത് ഏതൊക്കെയാണ് ആ അടയാളങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ഉഹ്റവിയായ ഉലമാക്കളെല്ലാം മരണപ്പെടുക, അറിവില്ലായ്മ വർദ്ധിക്കുക, വ്യഭിചാരം, മദ്യപാനം, കൊലപാതകം എന്നിവ അധികരിക്കുക, സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ വർദ്ധിക്കുക, മക്കൾ മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക, പൊതുമുതൽ സ്വന്തമാക്കുക, അർഹതയില്ലാത്തവർ കൈകാര്യകർത്താക്കളാവുക, പള്ളിയിൽ അനാവശ്യ ശബ്ദങ്ങൾ ഉയരുക. ഇങ്ങനെ ഒരുപാട് അടയാളങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്നും 4 മാത്രം നമ്മളിവിടെ എഴുതിയാൽ മതി. അപ്പോൾ നമ്മളെല്ലാതും പഠിച്ചു വെച്ചെങ്കിൽ മാത്രമേ ആ 4 കൃത്യമായിട്ട് എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ.